നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഒഴിവുകൾ. കേരളത്തിൽ സ്ഥിരമായിട്ടുള്ള യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഒഴിവിലേക്ക് കേരള PSC വഴി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി സൗജന്യമായി അപേക്ഷകൾ സമർപ്പിക്കാം. ഏജ് ലിമിറ്റ് 18 മുതൽ 26 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വരുന്നത്. 1998 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള PSC പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പോസ്റ്റിലേക്ക് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ള ഒഴിവുകൾ എത്രയാണെന്ന് നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടില്ല. ക്വാളിഫിക്കേഷൻ +2 അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടാവേണ്ടതാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മതിയായ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുറമെ അപേക്ഷകർ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ശാരീരിക യോഗ്യതകൾ കൂടി നേടേണ്ടതുണ്ട്. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ, SC/ST 160 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 50, ഫോർ SC/ST 48 കിലോ, ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ, SC/ST 76 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് എക്സ്പാൻഷൻ ഫോർ ജനറൽ 5 സെൻറ്റിമീറ്റർ, ഫോർ SC/ST 5 സെൻറ്റിമീറ്റർ. സ്വിമ്മിംഗ് ടെസ്റ്റ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രായോഗിക പരീക്ഷയിലൂടെ നീന്തലിലെ പ്രാവീണ്യം പരിശോധിക്കും. നീന്തൽ പരീക്ഷയുടെ മാനദണ്ഡം 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തീകരിക്കണം. നീന്തൽക്കുളത്തിൻ്റെ ആഴമേറിയ ഭാഗത്ത് 2 മിനിറ്റ് പൊങ്ങി നിൽക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. കാഴ്ചശക്തി. ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിധം കാഴ്ചശക്തി ഉണ്ടായിരിക്കേണ്ടതാണ്. കമ്മീഷൻ പറയുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. സാലറി ഡീറ്റെയിൽസ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 28,000 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക. ശമ്പളത്തിന് പുറമെ മറ്റെല്ലാ അലവൻസുകളും ലഭിക്കുന്നതാണ്. സെലക്ഷൻ. OMR പരീക്ഷ, ഫിസിക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ്. ഉദ്യോഗാർത്ഥികൾ ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ 8 ഇനങ്ങളിൽ നിന്നും 5 എണ്ണമെങ്കിലും പാസ്സാവേണ്ടതാണ്. ഇവൻസ്. 100 മീറ്റേഴ്സ് റൺ 14 സെക്കൻഡ്സ്, ഹൈ ജംപ് 132.20 സെൻറ്റിമീറ്റർ, ലോങ് ജംപ് 457.20 സെൻറ്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് 609.60 സെൻറ്റിമീറ്റർ, ത്രോയിങ് ദി ക്രിക്കറ്റ് ബാൾ 6096 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈംബിംഗ് ഒൺലി വിത്ത് ഹാൻഡ്സ് 365.80 സെൻറ്റിമീറ്റർ, പുള്ളപ്സ് ഓഫ് ചിന്നിങ് 8 ടൈംസ്, 1500 മീറ്റേഴ്സ് റൺ 5 മിനിറ്റ് 44 സെക്കൻഡ്സ്. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. PSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്.
അതിനായി നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് 471/2025 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. അതിന് ശേഷം അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഫയർ ആൻഡ് റെസ്ക്യൂ വിമൺ പോസ്റ്റിലേക്കുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഫയർ ആൻഡ് വിമൺ കാറ്റഗറി നമ്പർ 477/2024. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് 1 മാസത്തെ സമയപരിധിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി 15 അർദ്ധരാത്രി 12 മണി വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.